ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ. ആദ്യത്തെ ചോദ്യം, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആകെ ജനസംഖ്യ 3,34,06,061 ഇത് 2021 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യയാണ്. 3,34,06,061. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം എത്രയായിരുന്നു? 5. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ലകളായിരുന്നു കേരള സംസ്ഥാനം ആയപ്പോൾ ഉണ്ടായിരുന്നത്. വലിപ്പത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 21. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 13. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ശതമാനം എത്രയാണ്? 1.18%. ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ 1.18% കേരളത്തിൻ്റെ ഭൂവിസ്തൃതി. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 2.76%. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76% വരും. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? ഭൂട്ടാൻ. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള ഇന്ത്യയുടെ അയൽ രാജ്യം ഭൂട്ടാനാണ്. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ എന്നാണ് നമ്മൾ പണ്ട് കാലം തൊട്ട് പഠിക്കുന്നത്. എന്നാൽ 590 കിലോമീറ്റർ എന്നതും PSC ഉത്തരമായി പരിഗണിക്കാറുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധയിൽ വെച്ചിരുന്നാൽ മതി. എന്നാലും രണ്ടും കൂടെ ഓപ്ഷനിൽ വരാൻ സാധ്യത കാണില്ല. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 14. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. പാലക്കാട് എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ലയോ? വയനാടുമാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ്. കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. തെക്കേറ്റത്തെ ജില്ല തിരുവനന്തപുരം. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 14. കേരളത്തിൽ 14 ജില്ലകൾ ഉള്ളതുപോലെ തന്നെ 14 ജില്ലകളുമായി 14 ജില്ലാ പഞ്ചായത്തുകളും ഉണ്ട്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 152. കേരളത്തിൽ ആകെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. കേരളത്തിലാകെ 941 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ്? 27. കേരളത്തിലാകെ 27 റവന്യൂ ഡിവിഷനുകൾ ഉണ്ട്. കേരളത്തിലെ റവന്യൂ വില്ലേജുകളുടെ എണ്ണം എത്രയാണ്? 1666. ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെ കേരളത്തിലാകെ 1666 വില്ലേജുകളാണ് ഉള്ളത്. കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണ്? 1200. അത് കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണമാണ് 1200. അത് ഞാൻ ഡിവൈഡ് ചെയ്തെന്ന് പറയാം. 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 14 ജില്ലാ പഞ്ചായത്ത്, 6 കോർപ്പറേഷൻ. ഇതെല്ലാം കൂടെ ചേർന്നാണ് കേരളത്തിലാകെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ്? 87. കേരളത്തിലാകെ, ചിലപ്പോൾ നഗരസഭയെന്ന് ചോദിക്കും. അപ്പോൾ കേരളത്തിലാകെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭകളുടെ എണ്ണം 87. കേരളത്തിലെ ആകെ കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയാണ്? 6. കേരളത്തിലാകെ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്.
കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം 78ആണ്. കേരളത്തിലാകെ 78 താലൂക്കുകൾ ഉണ്ട്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9. ആ 9 ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഈ 9 ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽ തീരം ഉള്ളത്. എന്നാൽ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം ബാക്കി 5 ജില്ലകൾ. 9 എണ്ണത്തിനുണ്ടെങ്കിൽ പിന്നെ ബാക്കി 5 എണ്ണത്തിന് കടൽ തീരമില്ല. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട്. ഈ 5 ജില്ലകൾക്കാണ് കടൽ തീരം ഇല്ലാത്തത്. ഇതിലെ കോട്ടയത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പായി കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം നോക്കാം. അത് 3 എണ്ണമാണ്. അപ്പോൾ ആലപ്പുഴയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ല, കോട്ടയത്തിനില്ല, കോഴിക്കോട് ജില്ലയ്ക്കും സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ല. ബാക്കി കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും മറ്റ് സംസ്ഥാനങ്ങൾ, ഒന്നല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക, ഇതുമായി അതിർത്തിയുണ്ട്. കേരളത്തിൽ സമുദ്രതീരം ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ഏക ജില്ല ഏതാണ്? കോട്ടയം. അപ്പോൾ കോട്ടയം ജില്ലയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണിത്. സമുദ്രതീരമില്ല, മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ല, ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? കോട്ടയമാണ്. കേരളത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാടും പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാടുമാണ്. കേരളത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല ഏതാണ്? വയനാട്. പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴയുമാണ്. കേരളത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാടും പട്ടികവർഗക്കാർ കുറവുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴയുമാണ്. കേരളത്തിൽ പട്ടികജാതി നിരക്ക് കൂടുതലുള്ള ജില്ല ഏതാണ്? പാലക്കാട്. പട്ടികജാതി നിരക്ക് കുറവുള്ള ജില്ല കണ്ണൂരുമാണ്. കേരളത്തിൽ പട്ടികജാതി നിരക്ക് കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. അതുപോലെ പട്ടികജാതി നിരക്ക് കുറവുള്ള ജില്ല കണ്ണൂരുമാണ്. കേരളത്തിൽ പട്ടികവർഗ നിരക്ക് കൂടുതലുള്ള ജില്ല ഏതാണ്? വയനാട്. കുറവുള്ള ജില്ല ആലപ്പുഴയും. കേരളത്തിൽ പട്ടികവർഗ നിരക്ക് കൂടുതലുള്ള ജില്ല വയനാടും കുറവുള്ള ജില്ല ആലപ്പുഴയുമാണ്. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിലെ 14ാമത്തെ ജില്ലയാണ് കാസർഗോഡ്. 1984 രൂപം കൊണ്ട കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല. ഇനി നമുക്ക് എല്ലാ ജില്ലകളും, നമ്മുടെ 14 ജില്ലകളും രൂപം കൊണ്ട ആ ഒരു വർഷവും തീയതിയും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ആദ്യമായി തിരുവനന്തപുരം ജില്ലയാണ് 1956 നവംബർ 1 രൂപം കൊണ്ടത്. അന്ന് തന്നെയാണ് കൊല്ലം ജില്ലയും രൂപം കൊണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ല 1956 നവംബർ 1. പിന്നെ കോട്ടയം 1956 നവംബർ 1. തൃശ്ശൂരും 1956 നവംബർ 1. അപ്പോൾ ഇനി നോക്കണ്ട, നമ്മൾ നേരത്തെ പഠിച്ചതാണ് 5 ജില്ലകൾ. ആ 5 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, പിന്നെ മലബാർ എന്നാണ് നമ്മൾ പഠിച്ചത്. 5 ജില്ലകൾ കേരള സംസ്ഥാനം രൂപീകൃതമായത്. അപ്പോൾ തന്നെ നമുക്ക് മലബാർ വിഭജിച്ചു പോയി. ബാക്കി 4 ജില്ലകളും നമുക്കിവിടെ ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. ഈ 4 ജില്ലകളും കേരള സംസ്ഥാനത്തോടൊപ്പം പിറവിയെടുത്ത ജില്ലകളാണ് 1956 നവംബർ 1. അപ്പോൾ അതപ്പോൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് പത്തനംതിട്ട നോക്കാം. 13ാമതായി രൂപം കൊണ്ട കേരളത്തിലെ ജില്ലയാണ്. കാസർഗോഡിന് തൊട്ട് മുമ്പ് വന്നത്. 1982 നവംബർ 1 പത്തനംതിട്ട ജില്ല രൂപം കൊണ്ടത്. ആലപ്പുഴ 1957 ഓഗസ്റ്റ് 17 കോട്ടയം നമ്മൾ പഠിച്ചു. ഇടുക്കി 1972 ജനുവരി 26 നിലവിൽ വന്നു. എറണാകുളം 1958 ഏപ്രിൽ 1 നിലവിൽ വന്നു. തൃശ്ശൂർ നമ്മൾ പഠിച്ചു, കേരളത്തോടൊപ്പമാണ്. പാലക്കാട് 1957 ജനുവരി 1 നിലവിൽ വന്നു. മലപ്പുറം 1969 ജൂൺ 16 രൂപം കൊണ്ടത്. കോഴിക്കോട് 1957 ജനുവരി 1 നിലവിൽ വന്നത്. വയനാടാണ് 12ാമത്തെ ജില്ല. 1980 നവംബർ 1 വയനാട് രൂപം കൊണ്ടത്. കണ്ണൂർ 1957 ജനുവരി 1.
പിന്നെ കാസർഗോഡ് നമ്മൾ പറഞ്ഞാണ് അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനമാണ്. 1984 മെയ് 24 കാസർഗോഡ് രൂപം കൊണ്ടത്. ഇനി കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140. കേരളത്തിലാകെ 140 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണവും 140 തന്നെയാണ്. മുമ്പ് 141 നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇപ്പോൾ ഇല്ലാത്തതിനാൽ കേരളത്തിൽ നിയമസഭാ അംഗങ്ങളുടെ എണ്ണവും 140 തന്നെയാണ്. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 14. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 14 അതുപോലെ തന്നെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുണ്ട്. അത് 2 ഏതൊക്കെയാണ്? സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മണ്ഡലവും മാനന്തവാടി മണ്ഡലവുമാണ് കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20. കേരളത്തിലാകെ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ എത്രയാണുള്ളത്? 2. അത് ഏതൊക്കെയാണ്? ആലത്തൂരും മാവേലിക്കരയും. കേരളത്തിൽ 2 ലോക്സഭാ സംവരണ മണ്ഡലങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണ്? ആലത്തൂരും മാവേലിക്കരയും. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം എത്രയാണ്? 15. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം 15. കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 14. കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം എത്രയാണ്? 14. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക ഏതാണ്? അറിവോരം. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയാണ് അറിവോരം. കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലിൻ്റെ പേരെന്താണ്? സഫ TV. കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് സഫ TV. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം എന്താണ്? ഇളനീർ. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ്. ഇനി നമുക്ക് കേരളത്തിൻ്റെതായ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഒന്ന് നോക്കാം. ഔദ്യോഗിക മൃഗം ആനയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. കേരളത്തിന് പുറമെ ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടകവും ജാർഖണ്ഡുമാണ്. അപ്പോൾ കേരളത്തിന് പുറമെ ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടകവും ജാർഖണ്ഡുമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്താണ്? കണിക്കൊന്ന. ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയുമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം എല്ലാവർക്കും അറിയാം, ആനയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ തെക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. കേരളത്തിലെ തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകരയും വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരവുമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏതാണ്? നെയ്യാറ്റിൻകരയാണ്. വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരവുമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം നെയ്യാറ്റിൻകരയും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരവുമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരമാണ്. വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡുമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടുക്കി ജില്ലയിലെ കുമളി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഇടുക്കിയിലെ കുമളിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ വളപട്ടണം. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണമാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പാറശാല. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാലയാണ്. അതുപോലെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരവുമാണ്. കേരളത്തിൽ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്. കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത്. ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഒരു ട്രൈബൽ പഞ്ചായത്താണ് ഈ ഇടമലക്കുടി പഞ്ചായത്ത്.
ആദിവാസി ഗ്രാമപഞ്ചായത്താണ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത്. ഇതാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ തെക്കേറ്റത്തുള്ള ഗ്രാമം ഏതാണ്? കളിയിക്കാവിള. കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമം കളിയിക്കാവിളയും വടക്കേറ്റത്തുള്ള ഗ്രാമം തലപ്പാടിയുമാണ്. കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരുമാണ്. കേരളത്തിൻ്റെ തെക്കേറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരുമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറവും ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? തൃശ്ശൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല തൃശ്ശൂരാണ്. കുറവ് വയനാടുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളവും ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഇടുക്കിയുമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളാണ്. ഇവിടെ 7 വീതം താലൂക്കുകളാണുള്ളത്. എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ 7 വീതം താലൂക്കുകളാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല ഏതാണ്? വയനാട്. കേരളത്തിലെ ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റി ഏതാണ്? തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയാണ്. അതുപോലെ ചെറിയ മുനിസിപ്പാലിറ്റി ആലുവ മുനിസിപ്പാലിറ്റിയുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? മലപ്പുറം ജില്ലയിലെ ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്? കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ്? കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് വില്ലേജുകളുള്ള താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കാണ്. കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ചത് ആരുടെ വാക്കുകളാണ്? MD വാസുദേവൻ നായരുടെ. കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ചത് MD വാസുദേവൻ നായരുടെ വരികളെയാണ്. ആ വരി എന്താണ്? മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്നാരംഭിക്കുന്നതാണ് ഈ വരികൾ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകൾ രൂപീകൃതമായത് 1956 നവംബർ 1 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കേരള സംസ്ഥാനം രൂപീകൃതമായത് വെച്ച് നോക്കുമ്പോഴാണ് ജില്ലകൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 1956 നവംബർ 1 പറയാമെങ്കിലും യഥാർത്ഥത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകൾ രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകൾ രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. ആ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽ വെക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ്. കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ സ്ത്രീകളുടെ ശതമാനം എത്രയാണ്? 52%. അപ്പോൾ ബാക്കി പുരുഷന്മാരാണ്. അപ്പോൾ 48% പുരുഷന്മാരും. കേരളത്തിൽ ആകെ ജനസംഖ്യയിൽ സ്ത്രീകളുടെ ശതമാനം 52%ഉം പുരുഷന്മാർ 48%വുമാണ്. കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എത്രയാണ്? 4.91%. കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് 4.91%. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറവും കുറഞ്ഞ ജില്ല പത്തനംതിട്ടയുമാണ്. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറവും കുറഞ്ഞ ജില്ല പത്തനംതിട്ടയുമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 1-ാം സ്ഥാനമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നതാണ്. ഇതിൽ കേരളത്തിൽ
സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല എന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരും സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേരളത്തിലെ ജില്ല ഇടുക്കിയുമാണ്. കണ്ണൂരിലെ സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് 1136 സ്ത്രീകളാണെങ്കിൽ ഇടുക്കിയിൽ സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് 1006 സ്ത്രീകൾ എന്ന കണക്കിലാണ്. അപ്പോൾ കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. എല്ലാ ജില്ലകളിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. ഇവിടെ അത് ഏറ്റവും കൂടുതൽ കണ്ണൂരും ഏറ്റവും കുറവ് ഇടുക്കിയും ആണ്. കേരളത്തിൽ 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ സ്ത്രീ പുരുഷ അനുപാതം കണക്കിലെടുത്താൽ അത് തിരിച്ചാണ്. 1000 പുരുഷന്മാർക്ക് 964 സ്ത്രീകൾ എന്നൊരു കണക്കാണ്. ഇവിടെ പുരുഷൻ സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ 1000 ആൺകുട്ടികൾക്ക് 964 പെൺകുട്ടികൾ എന്നതാണ് ആ കുട്ടികളുടെ സ്ത്രീ പുരുഷ അനുപാതത്തിലുള്ള കണക്ക്. കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരവും ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ്? കോഴിക്കോട് താലൂക്ക്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ താലൂക്ക് കോഴിക്കോടും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി താലൂക്കുമാണ്. മല്ലപ്പള്ളി പത്തനംതിട്ട ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ഏതാണ്? ഇത് നമ്മൾ കുറേ വർഷങ്ങളായി പഠിക്കുന്നത് ഇടുക്കിയിലെ കണ്ണൻദേവൻ ഹിൽസ് എന്നാണ്. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഉളിയാഴ്ത്തുറ വില്ലേജാണ് ഏറ്റവും ജനസംഖ്യയുള്ള വില്ലേജ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ കഴിഞ്ഞ PSCയുടെ ഒരു ഫയർമാൻ പരീക്ഷയുടെ അന്തിമ ഉത്തര സൂചികയിലും ഉളിയാഴ്ത്തുതറ വില്ലേജാണ് ഏറ്റവും ജനസംഖ്യ ഉള്ള വില്ലേജായി PSC അംഗീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും പഠിക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ ഉളിയാഴ്ത്തുതുറ വില്ലേജാണ് ഏറ്റവും ജനസംഖ്യയുള്ള വില്ലേജ് എന്നാണ്. എന്നാലും നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക. ഇനി അത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ഇടുക്കിയിലെ കണ്ണൻദേവൻ ഹിൽസാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് എഴുതുക തന്നെ വേണം. അടുത്തത് കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജാണ്. അത് ഇടുക്കി ജില്ലയിലെ മ്ലാപ്പാറ വില്ലേജാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് ഏതാണ്? ഇടുക്കി ജില്ലയിലെ മ്ലാപ്പാറ വില്ലേജാണ്. കേരളത്തിൽ ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിൽ ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരവും കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂരുമാണ്. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഏതാണ്? ഗുരുവായൂർ. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം 71 വർഷമാണ്. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം എത്രയാണ്? 71 വർഷം. കേരളത്തിലെ ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ജനസാന്ദ്രത എത്രയാണ്? 860 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 3. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3-ാമതാണ്. 1-ാം സ്ഥാനം ബീഹാറിനും 2-ാം സ്ഥാനം പശ്ചിമ ബംഗാളിനുമാണ്. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരവും ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. കേരളത്തിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരവും. എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയുമാണ്. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ജില്ല അതാദ്യം ഉറപ്പിച്ച് പഠിക്കുക, തിരുവനന്തപുരമാണ്. പിന്നെ ഇത് അറിവിലേക്കായിട്ടാണ് പറയുന്നത്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ജില്ല ആലപ്പുഴയാണ്. ഇതും കൂടെ പഠിച്ചുകൊണ്ട് തെറ്റിപ്പോകാൻ പാടില്ല. കേരളത്തിൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. ശതമാന അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല കോട്ടയവുമാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളമാണ്. ശതമാന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മാത്രം ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല കോട്ടയമാണ്. മുസ്ലിങ്ങൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. അത് രണ്ടും മലപ്പുറം തന്നെയാണ്. മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ലയും അതുപോലെ ശതമാന അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ലയും മലപ്പുറം തന്നെയാണ്. കേരളത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളം. കുറവുള്ള ജില്ല വയനാടുമാണ്. കേരളത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളവും കുറവുള്ള ജില്ല വയനാടുമാണ്. കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല ഏതാണ്? അതും എറണാകുളം തന്നെയാണ്.
കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം തന്നെയാണ്. സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സാക്ഷരത എത്രയാണ്? 93.91%. കേരളത്തിൻ്റെ സാക്ഷരത 93.91%. ഇതിൽ പുരുഷന്മാരുടെ സാക്ഷരത എടുത്തു ചോദിച്ചാൽ 96.02%, സ്ത്രീകളുടെ സാക്ഷരത ചോദിച്ചാൽ 91.98%. കേരളത്തിൽ സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഏതാണ്? കോട്ടയം. കേരളത്തിൽ സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയവും സാക്ഷരതാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാടുമാണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. എന്നാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്? 1991 ഏപ്രിൽ 18. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം ഏതാണ്? കോട്ടയം. കോട്ടയത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണമായി പ്രഖ്യാപിച്ചത് 1989 ജൂൺ 18. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല ഏതാണ്? എറണാകുളമാണ്. ഇത് പ്രഖ്യാപിച്ചത് 1990 ഫെബ്രുവരി 9. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയായി എറണാകുളത്തെ പ്രഖ്യാപിച്ചതെന്നാണ് 1990 ഫെബ്രുവരി 9. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി ഏതാണ്? കോട്ടയം മുനിസിപ്പാലിറ്റി. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയമാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ഗ്രാമം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ നെടുമുടി. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ്. 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ. 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ പഞ്ചായത്താണ്. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ആരാണ്? മലപ്പുറത്തെ ചേലക്കോടൻ ആയിഷ ആണ്, ഒരു സ്ത്രീയാണിത്. ഇവരാണ് 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമ സാക്ഷരതാ നഗരം ഏതാണ്? ചങ്ങനാശ്ശേരി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമ സാക്ഷരതാ നഗരം ചങ്ങനാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമ സാക്ഷരതാ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമ സാക്ഷരതാ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് പഞ്ചായത്താണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് ആകുന്നത് ഏത് പഞ്ചായത്താണ്? കോഴിക്കോട് ജില്ലയിലെ മാവൂർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് ആകുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? പാലക്കാട് ജില്ലയിലെ മങ്കര. കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ മങ്കര ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം ഏതാണ്? മുല്ലക്കര. കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കരയാണ്. കേരളത്തിലെ നിയമ സാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഏതാണ്? ഒല്ലൂക്കര. കേരളത്തിലെ നിയമ സാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഒല്ലൂക്കരയാണ്. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പടവയൽ. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പടവയൽ ഗ്രാമപഞ്ചായത്താണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? കണ്ണൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി ഏതാണ്? പയ്യന്നൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? നിലമ്പൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ്?
തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരിൽ. കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരാണ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ നഗരൂർ പോലീസ് സ്റ്റേഷനിലാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ, നഗരൂർ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് പോലീസ് കമ്മീഷണർ ഓഫീസ് ഏതാണ്? കൊല്ലമാണ്. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് പോലീസ് കമ്മീഷണർ ഓഫീസ് കൊല്ലമാണ്. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കൊല്ലം ജില്ലയിലെ നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ കൊല്ലം ജില്ലയിലെ നീണ്ടകരയാണ്. കേരളത്തിലെ ആദ്യ മെട്രോ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ മെട്രോ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് മട്ടാഞ്ചേരിയിലാണ്. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എറണാകുളത്ത് മട്ടാഞ്ചേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിലെ ആദ്യ കസബ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് പോലീസ് സ്റ്റേഷനാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ കസബ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് പോലീസ് സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനാ സാക്ഷരതാ പദവി ലഭിച്ച ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനാ സാക്ഷരതാ പദവി ലഭിച്ച ജില്ല കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല കൊല്ലമാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ല ഏതാണ്? ഇടുക്കി. ഇന്ത്യയുടെ റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. വ്യവസായവൽക്കരണത്തിൽ ഒന്നാമതുള്ള ജില്ല എറണാകുളമാണ്. വ്യവസായവൽക്കരണത്തിൽ ഒന്നാമതുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം ജില്ലയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല തൃശ്ശൂർ ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. മലകളും കുന്നുകളും ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. മലകളും കുന്നുകളും ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ആലപ്പുഴയാണ്. സമുദ്രതീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്തതുമായ ഏക ജില്ല കോട്ടയമാണ്. ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. സമുദ്രതീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്തതുമായ ഏക ജില്ല കോട്ടയം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയമാണ്. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി. ഏറ്റവും കൂടുതൽ മലകളും കുന്നുകളുമൊക്കെയുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ലയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.